ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കപ്പോൾ ഈ സമ്മർ വെയറിന് ടെക്സ്ചർ ആഡ് ചെയ്ത് കൊടുക്കാം. വാട്ടർ കളർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ സ്കിൻ ടോണാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ടാൻ ടോപ്പും അതിൻ്റെ പുറത്ത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഷിഫോണിൻ്റെ ഒരു ടോപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പുറത്ത് ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ അത് സ്കിൻ ടോണൊക്കെ നമുക്ക് ആദ്യം ഫിനിഷ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതിൻ്റെ മുകളിൽ കൂടിയാണ് നമ്മൾ ആ ഒരു ഗാർമെൻറ്റിൻ്റെ കളറ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഭാഗത്ത് മുഴുവൻ നമ്മൾ സ്കിൻ ടോൺ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടാൻ ടോപ്പിന് ഈക്വൽ എമൗണ്ട് ഓഫ് പെയിൻറ്റും വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ പുറത്ത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഷിഫോണിന് 1 ഡ്രോപ്പ് ഓഫ് പെയിൻറ്റിന് 2 ഡ്രോപ്പ് ഓഫ് വാട്ടർ ആഡ് ചെയ്തിട്ട് ലൂസാക്കിയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ സ്കിൻ ടോണിൻ്റെ മുകളിൽ കൂടെ ആണ് നമ്മൾ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഒരു തിൻ ലെയർ ഓഫ് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. കൂടുതലായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്കിൻ ടോണൊക്കെ ഇളകിപ്പോരും. അതിനുശേഷം റെഡ് കളർ പെൻസിൽ വെച്ച് ഞാൻ ഔട്ട്ലൈനും ഷെയ്ഡും പിന്നെ അതുപോലെ ഫോൾഡൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സമ്മർ വെയർ ആയതുകൊണ്ട് തന്നെ വൈറ്റ് ഒരു ഫ്ലോറൽ പ്രിൻ്റ് വൈറ്റ് പെയിൻറ്റ് വെച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഡെനിമിൻ്റെ ടെക്സ്ചർ അപ്ലൈ ചെയ്യാൻ വേണ്ടി പ്രഷ്യൻ ബ്ലൂ ആണ് എടുക്കുന്നത്. പ്രഷ്യൻ ബ്ലൂ ഈക്വൽ എമൗണ്ട് ഓഫ് വാട്ടർ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സോളിഡ് ആയിട്ടുള്ള ഡെനിമിൻ്റെ ടെക്സ്ചർ കിട്ടും. ഞാനിവിടെ കുറച്ച് ഫേഡഡ് ആയിട്ടുള്ള ഡെനിമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2 സൈഡിലും ഈ കളർ അപ്ലൈ ചെയ്തിട്ട് സെൻറ്ററിലേക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ സെൻറ്ററിൽ കുറച്ച് വൈറ്റ് പെയിൻറ്റും കൂടി മിക്സ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ തൈയുടെ ഭാഗത്ത് ഫേഡഡ് ആയിട്ടുള്ള ഡെനിമ നമുക്ക് കിട്ടും. ട്വീൽ വീവ് വെച്ചിട്ടാണ് ഡെനിം ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ വിസിബിളായിട്ട് വരുന്നത് ഡയഗണൽ ലൈൻസ് ആണ്. അപ്പോൾ ഒരു ഡാർക്ക് ബ്ലൂ കളർ എടുത്തിട്ട് ഡയഗണലായിട്ട് ചെറിയ ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട് ആ ഡെനിമിൻ്റെ ഒരു ടെക്സ്ചർ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഡിസ്ട്രസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഗ്യാപ്പ് വിട്ടിട്ടുള്ള ഏരിയയിൽ വൈറ്റ് ജെൽ പെന്ന് വെച്ചിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ 2 സൈഡിൽ 6 ലൈൻസ് വൈറ്റ് ജെൽ പെന്ന് വെച്ച് വരച്ചിട്ട് പിന്നെ അവിടെ നിന്ന് 2 സൈഡിലേക്കും ജോയിൻ ചെയ്യണ പോലെ പാരലൽ ലൈൻസ് വൈറ്റ് ജെൽ പെന്ന് വെച്ച് വരച്ചു കൊടുക്കുകയാണ്. ഈ ഡിസ്ട്രസ് ആയിട്ടുള്ള ഏരിയയിൽ ഈ നൂലൊക്കെ ത്രെഡൊക്കെ ഹാങ് ചെയ്ത് നിൽക്കുമല്ലോ, ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഷോർട്ട്സിൻ്റെ താഴെയും ഡിസ്ട്രസ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ത്രെഡൊക്കെ ഹാങ് ചെയ്ത് നിൽക്കണ പോലെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടി വൈറ്റ് ജെൽ പെന്ന് വെച്ച് റാൻഡമായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് ഹാങ് ചെയ്ത് നിൽക്കുന്ന പോലെയും കുറച്ച് സിക്സാഗായിട്ടും ഒക്കെ എൻ്റെ അടിയിൽ വൈറ്റ് ജെൽ പെന്ന് വെച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ യെല്ലോ ഒക്കർ വെച്ചിട്ടാണ് ഞാൻ ഹാറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ തന്നെ ഒരു ഡാർക്കർ കളർ പെൻസിൽ വെച്ച് അതിന് ഷെയ്ഡിങ്ങും ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു റെഡ് റിബണിൻ്റെ ഒരു റാപ്പ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റെഡ് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. ബായ്.